എല്ലാവർക്കും നമസ്കാരം. രാവിലെ സമയം 6:15 കേട്ടോ. നമ്മൾ അങ്കമാലി ടൗണിലാണുള്ളത്. നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ഈ അങ്കമാലി തിരക്കിൻ്റെ ഇടയ്ക്ക് എവിടെ പോയി നടക്കാനല്ലേ? എന്നാൽ അങ്കമാലി ടൗണിൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നടക്കാൻ പറ്റിയൊരു അടിപൊളി സ്പേസ് നമ്മുടെ അടുത്തുണ്ട്. അത് എവിടെയാണെന്നല്ലേ? തീർച്ചയായിട്ടും അങ്കമാലിക്കാർക്കൊക്കെ എല്ലാവർക്കും കാണപ്പെടായിട്ടുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്കമാലിക്കാരനായി ഞാനിത് അറിഞ്ഞത് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ കേട്ടോ, ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കോതകുളങ്ങര ഭഗവതി ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള വഴികൂടെ പോകുമ്പോഴുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, നമുക്ക് നടക്കാൻ പറ്റിയൊരു അടിപൊളി സ്പേസ്. അങ്കമാലി ടൗണിൽ നിന്ന് കൊരട്ടിയിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ അങ്കമാലി ടൗൺ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഓപ്ഷൻസ് കടയൊക്കെ കഴിഞ്ഞ് ബിസ്മിയുടെ കട വരും. ബിസ്മി കടയൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ലെഫ്റ്റ് എടുക്കണം. നമുക്ക് കോതകുളങ്ങര ഭഗവതി ടെമ്പിളിൽ നിന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു ആർച്ചൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൻ്റെ നേരെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിനോട് ചേർന്നുള്ള വഴിയാണ് ചെന്ന് കഴിഞ്ഞാൽ അവസാനിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ വാക്ക് വേയിലേക്കാണ്. എത്ര പേര് ഈ വാക്ക് വേയിൽ വന്നിട്ടുണ്ട്? സ്ഥിരം നടക്കുന്ന ഒത്തിരി പേര് അവിടെ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. രാവിലെയും വൈകുന്നേരമായിട്ട് ഒത്തിരി പേര്, കുട്ടികളുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, പ്രായമായിട്ടുള്ള അമ്മച്ചിമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, ഒത്തിരി പേര് അവിടെ നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. ഇനി കുറച്ചുകൊണ്ട് അടിച്ച് ചെല്ലുമ്പോൾ അമ്പലത്തിനോട് ചേർന്നുള്ള ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഇനി അമ്പലത്തിൻ്റെ മതിലിനോട് ചേർന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹോണൊക്കെ അടിക്കണം കേട്ടോ. അതിൽ കാർ കൊണ്ടൊക്കെ വന്നേന്നുണ്ടെങ്കിൽ ചെറിയ വഴിയാണ്, തിരക്ക് പിടിച്ച് വരരുത്. പിള്ളേരൊക്കെ ചിലപ്പോൾ സൈക്കിളുമേയൊക്കെ വരുന്നുണ്ടാവും. ഇനി ഈ വഴി ചെല്ലുന്നത് വാക്ക് വേയിലേക്കാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം ഒരു 3-4 കാറുകളൊക്കെ സുഖമായിട്ട് ഇടാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. 4 കാറല്ല, 5-6 കാറൊക്കെ സുഖമായിട്ട് കിടക്കും. അപ്പോൾ രാവിലെയൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട്. രാവിലെയും വരുന്നുണ്ട്, വൈകിട്ടും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്കമാലിക്കാരെല്ലാവർക്കും ഒരു പക്ഷേ പോയിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നൊരു സ്പേസ് ആയിരിക്കാം. പക്ഷേ അറിയാത്തവരെങ്കിലും ചിലരെങ്കിലും കാണും. അപ്പോൾ അവർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുക. ഒരു ദിവസം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയ, അതും ഈ അങ്കമാലി ടൗണിൽ. സമയം 6:30 ആയിട്ടുള്ളൂ. കണ്ടോ, കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. കാറിനൊക്കെ ആൾക്കാർ വന്ന് ഇട്ടുണ്ട്, സ്കൂട്ടറിനും കാറിനൊക്കെ ആയിട്ട്. നല്ല അടിപൊളി വൈബാണ്. രാവിലെ തന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ പറയുന്നത് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങാടിക്കട റോഡിലേക്ക് ചെന്ന് കയറാൻ പറ്റും. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പീച്ചാനിക്കാട് ഡയറക്ഷനിലേക്കൊക്കെ പോകാൻ പറ്റും. രണ്ട് വഴിയാണ്. റൈറ്റ് പോയി കഴിഞ്ഞാലും ലെഫ്റ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് മറ്റു വഴികളിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ അതിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നല്ല അടിപൊളി കട്ടയൊക്കെ വിരിച്ച് അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടാവും. സ്ഥിരം ഇതിൽ നടക്കാൻ പോണ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഈ അങ്കമാലി പരിസരത്ത് തന്നെ. പള്ളിയുടെ സ്ഥലത്തും അല്ലെങ്കിൽ അങ്കമാലി ടൗണിലുള്ള ഒരുപാട് പേര് സ്ഥിരം ഈ വഴി യൂസ് ചെയ്യുന്നുണ്ട് നടക്കാനായിട്ട്. 2 വശത്തേക്കടെയും 10 റൗണ്ടും 20 റൗണ്ടൊക്കെ നടക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരെയും നമ്മളിന്ന് അവിടെ കാണാൻ പറ്റി നമുക്ക്. പിന്നെ അത്യാവശ്യം മീൻ പിടിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മീൻ പിടിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വരാലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയ ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ചേട്ടനവിടെ ചൂണ്ടയിടുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വന്നവരാരും ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ മാലിന്യോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളിത് രാവിലെ വന്നപ്പോൾ എടുത്താണ് വീഡിയോ ആണ്. കണ്ടോ, ആൾക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാറയുടെ മുകളിലൊക്കെ ആൾക്കാർ വന്ന്, വൈകുന്നേരമൊക്കെ പിള്ളേർ വന്ന് അതിൻ്റെ മുകളിൽ കളിക്കലും പരിപാടികളൊക്കെയാണ്. ഇത് 2020 ഔദ്യോഗികമായിട്ട് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഉദ്ഘാടനം ചെയ്തതാണ്. പക്ഷേ ഒരു 10 വർഷമായിട്ട് ഇവിടെ നിലവിലുള്ളതാണ് ഈ വാക്ക് വേ. നമ്മുടെ അങ്കമാലിക്കാരനുമായ മുൻ ഗതാഗത മന്ത്രിയായ ശ്രീ ജോസ് തെറ്റയിൽ സാറാണ് ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൊണ്ടോ, ഒരു അടിപൊളി ചെറിയൊരു പാലം കണ്ടോ, ഇത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, കാണാനും നല്ല രസം. നമ്മുടെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് സുഖമായിട്ട് നമുക്കൊരു എക്സസൈസ് ആവും. നമുക്ക് നടക്കുകയും ചെയ്യാം, പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാം, സുഖമായിട്ട് വരാം. അങ്കമാലി ടൗണിൽ നല്ല ഈ അടുത്ത പരിസരത്തൊന്നും ഇതുപോലൊരു വാക്ക് വേ കാണാൻ വഴിയില്ല, യാതൊരു വഴിയില്ല. ഇതുപോലെയൊക്കെ നമ്മുടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമികളിലൊക്കെ സുഖമായിട്ട് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കൊക്കെ ഏറ്റെടുത്തിട്ട് ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. എക്സസൈസുമായി അത്യാവശ്യം രാവിലെ തന്നെ നമ്മുടെ എന്താ പറയണ ഒരു
മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു ഫീലാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. ഒരു പ്രത്യേക ഫീലാണ്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും വരാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ വൈകുന്നേരം വന്നപ്പോഴത്തേന് വീഡിയോ ആണ് കണ്ടോ, ഫുൾ ലൈറ്റാണ്. ഇതൊരു 6:30-7 മണിയൊക്കെ ആയപ്പോഴുള്ളൊരു സമയമാണ്. വൈകുന്നേരം ആൾക്കാർ വരുന്നുണ്ട്, രാവിലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ അതിരാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോണവർക്കൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു വൈകുന്നേരമാണ് തന്നെ. അടിപൊളിയല്ലേ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ പോവാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഞാനാകെ പോയിട്ടുള്ളൂ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ 10 വർഷമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയില്ല. എന്തായാലും ഇനി നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതിൽ പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അങ്കമാലിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഈ അവധിക്കാലത്ത് പിള്ളേരേക്ക് ഒന്ന് കൊണ്ടുപോവുക. താങ്ക്സ്. ഇഷ്ടമായ ഷെയർ ചെയ്യുക.